നമ്മുടെ വീട്ടിൽ ഇതുപോലെ ബീൻ ബാഗ് അറിയുന്നവർക്ക് അറിയാം, അറിയാത്തവർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ഒരു ചെറിയൊരു വീഡിയോ ആർക്കെങ്കിലും യൂസ്ഫുൾ ആണെങ്കിൽ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണാം. ഇതുപോലത്തെ ബീൻ ബാഗ് നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മൾ കുറേ നേരം വീട്ടിൽ സ്പെൻഡ് ചെയ്യും. ഇനിയിപ്പോൾ അതിന് വേണ്ട ഗെയിമിങ്, ഒരു വീഡിയോ എഡിറ്ററൊക്കെ ആണെങ്കിൽ മൊബൈൽ വഴി അല്ലെങ്കിൽ വയർലെസ് മൗസ്, വയർലെസ് കീബോർഡൊക്കെ വഴി എഡിറ്റ് ചെയ്യുന്ന ആൾക്കും അതും അങ്ങനെ ഉപയോഗിക്കട്ടെ. പ്രത്യേകിച്ചും ഊരവേനുള്ളവരൊക്കെ ഇതിലിരിക്കുകയാണെങ്കിൽ ഊരവേനക്ക് ഒരുപാട് ആശ്വാസം കിട്ടുന്നുണ്ട്. കാരണം എനിക്കും തന്നെ ബാക്ക് പെയിന് വരാറുണ്ട് കേട്ടോ. ഇതിലിരിക്കുന്ന സമയത്ത് അങ്ങനത്തെ ഒരു അനുഭവങ്ങളൊന്നും കൂടുതൽ കിട്ടുന്നില്ല, നല്ല കംഫർട്ടബിൾ ആണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലൊരു പ്രത്യേക ബീൻസാണ് വരുന്നത്. ഇതുപോലെ ചെറിയ ചെറിയ ബീൻസിൻ്റെ ചെറിയ ബോളുകളാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇരുത്തത്തിൽ ഭയങ്കര കംഫർട്ടബിൾ ആണ്. ബീൻ ബാഗിൻ്റെ കൂടെ തന്നെ സെപ്പറേറ്റ് വാങ്ങുന്നതാണ് ഒരു ഫുഡ് ബാഗ് കേട്ടോ. ഇത് നമ്മൾ കാല് ഈ ഒരു ആംഗിളിൽ ഇരുന്ന് കഴിഞ്ഞാലാണ് ഇതിൻ്റെ യഥാർത്ഥ കംഫർട്ടബിൾ നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. ഒരുപാട് രീതിയിൽ കൺവേർട്ടബിൾ ചെയ്യാം. എങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം എനിക്ക് ശരിക്കും പറയണമെങ്കിൽ ഇപ്പോൾ സ്കൂൾ പൂട്ടിയ സമയത്ത് ഈ ഓണം വെക്കേഷനിൽ ശരിക്കും ഇത് യൂസ് ചെയ്യാൻ സഹായിക്കാറില്ല. കാരണം നമ്മുടെ കുട്ടികൾ ആണ് ഏറ്റവും കൂടുതൽ ഇത് യൂസ് ചെയ്യാറുള്ളത്. അവർ പല രീതിയിലും ഇത് കൺവേർട്ട് ചെയ്യാറുണ്ട്. എൻ്റെ മോളും ഇത് ഫുൾ ടൈം ഇത് ഉപയോഗിക്കലാണ്. എനിക്കത് ശരിക്കും ആസ്വദിക്കാൻ കിട്ടാറില്ല. അപ്പോൾ ഇതിന് എങ്ങനെയൊക്കെ കൺവേർട്ട് ചെയ്യാം എന്ന് പറഞ്ഞുതരാം. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നത് ഒരു 1500-2000 രൂപയുടെ ഉള്ളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. എല്ലാ ഫർണിച്ചർ ഷോപ്പുകളും ഈ സാധനം പർച്ചേസ് ചെയ്യാൻ കിട്ടും. ഇപ്പോൾ ഇടയായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ ഇവിടെ ആഡ് കണ്ടിട്ടുണ്ട്, ഹോം ഡെലിവറി, ക്യാഷ് ഓൺ ഡെലിവറിയും അവൈലബിൾ ആണെന്ന് കേൾക്കുന്നുണ്ട്. ക്യാഷ് ഓൺ ഡെലിവറി അറിയില്ല, ഹോം ഡെലിവറിയും കിട്ടുന്നുണ്ട് ഓർഡർ പ്രകാരം. അങ്ങനെയും കണ്ടിട്ടുണ്ട് ഒരു പരസ്യം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റും നോക്കാം. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഈ ഷേപ്പ് ഉണ്ടല്ലോ, നോർമലി ഒരു ചെയർ ടൈപ്പ് നമുക്ക് ആക്കാം. ഇപ്പോൾ നമുക്ക് ഇനി ഒരു സോഫ ടൈപ്പ് ആക്കാം കേട്ടോ. ഹെഡ് റെസ്റ്റും കൂടിയും ഉൾപ്പെടുത്തിയിട്ടാണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിന് ഇത് ഉള്ളിലുള്ള ബീൻസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൻ്റെ പൊസിഷൻ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നല്ല ഹെഡ് റെസ്റ്റുള്ള സോഫ ടൈപ്പ് ഉണ്ടല്ലോ, അങ്ങനെ വേണമെങ്കിൽ ആക്കട്ടോ. ഒന്ന് ഇരുന്ന് നോക്കട്ടെ. ഇപ്പോൾ വേറെ രൂപത്തിലായി. ഈ രൂപം ഒന്നുകൂടി കംഫർട്ടബിൾ. കാരണം ഇനി നമുക്ക് ഈ ഫൂട്ടിൻ്റെ ഇതും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ രൂപത്തിൽ നമുക്ക് ഒരുപാട് നേരം റിലാക്സ് ചെയ്യാം. റിലാക്സ് മീൻസ് പറഞ്ഞാൽ നമ്മൾ ഊരക്ക് മെയിനായിട്ട് ഊരക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ വേറെ പ്രത്യേകിച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചെയറിലോ അല്ലെങ്കിൽ സോഫയിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കൂടുതൽ നേരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ചടപ്പ് ഫീൽ ചെയ്യും. ഇതിൽ അങ്ങനത്തെ ഒരു പ്രോബ്ലംസേ വരുന്നില്ല. കാരണം ഇത് പല രീതിയിൽ നമുക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമുക്ക് പല രീതിയിൽ ആസ്വദിക്കാം. നമ്മുടെ വീട്ടിൽ പ്രഗ്നൻറ്റ് ലേഡീസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്സാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അവരുടെ സ്റ്റൊമക്ക് ഒതുങ്ങി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഷേപ്പ് നമ്മൾ വരുത്താണ്. അതിന് വേണ്ടിയിട്ട് ഈ ഭാഗം കുറച്ച് ബീൻസ് അങ്ങോട്ട് കൺവേർട്ട് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഷേപ്പ് ഉണ്ടല്ലോ, ഇവിടെ കുറച്ച് കൂടുതൽ ഷേപ്പ്, ഈ ഭാഗം മാക്സിമം താഴ്ത്തി വെക്കുക. ഇവിടെ കുറച്ച് ബീൻസ് കുറച്ച് കമ്മിയാക്കുകയും ചെയ്യുക. ബീൻസ് മാക്സിമം ബീൻസിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഷേപ്പിൽ നമുക്ക് അവർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർക്ക് ആ സ്റ്റൊമക്ക് ഇങ്ങനെ നല്ലൊരു ഫീലിൽ ഈ രീതിയിലൊക്കെ കൺവേർട്ട് ചെയ്യാം. ഒരുപാട് രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ട് ഈ ഒരു ബീൻ ബാഗിനെ നമുക്ക് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് നോർമൽ രീതി കേട്ടോ, ടോട്ടൽ ഒരേ രീതിയിലാക്കി മാറ്റി ഈ ഭാഗം താഴ്ത്തി വെച്ചതിന് ശേഷം ഇനി ഇരിക്കുകയാണെങ്കിൽ നല്ല ബോൾ ടൈപ്പിലുള്ളൊരു സോഫ അല്ലെങ്കിൽ ചെയർ ടൈപ്പിലായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് ഹെഡ് റെസ്റ്റിലുള്ള ഇതില്ല കേട്ടോ. പക്ഷെ നമ്മളെ ഈ ഊരൻ്റെ ബാക്ക് ഉണ്ടല്ലോ, ബാക്ക് ഭാഗം ഇവിടെ ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ലോങ് ടൈം നമുക്ക് ഇതിൽ സ്പെൻഡ് ചെയ്യാം. ഒരിക്കലും നമുക്കൊരു ചടപ്പ് തരുന്ന സംഭവം ഇതിലൂടെ നമുക്ക് അനുഭവപ്പെടില്ല. ഇതും കൂടെ ഉണ്ടെങ്കിലാണ് അതിൻ്റെ ഒരു യഥാർത്ഥ ഫീലിംഗ്. ഇനി നമുക്ക് TV കാണാൻ എന്ത് ആക്ടിവിറ്റി നമ്മൾ ചെയ്യുന്നോ അതിനനുസരിച്ചുള്ള ഒരു രൂപത്തിൽ ഇത് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഓപ്ഷനാണ് ഈ ഒരു ബീൻ ബാഗ്. എൻ്റെ മോൻ്റെ രൂപത്തിൽ അവനക്ക് ഇഷ്ട രീതിയിൽ, കാരണം അവനൊക്കെ ഒരു ഏകദേശം അവൻ്റെ ഫുൾ ബോഡി ഇതിൽ ഒതുക്കുന്ന രീതിയിൽ അവനെ ചെയ്യും. ഒന്ന് ഫുള്ള് കിടന്നൊന്ന്. ഇവരാണ് ഇതിൽ കൂടുതൽ ഏറ്റവും സ്പെൻഡ് ചെയ്യേണ്ടത്. ഇവർ സ്കൂളില്ലാത്ത ദിവസം എനിക്കത് കിട്ടാറില്ല സംഭവത്തിൽ കേട്ടോ. ഫുള്ള് നിർത്തി ഈ സോഫ മോഡൽ കിടക്കലില്ലേ, ബെഡ് മോഡൽ. ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. മാക്സിമം കയറി കിടന്ന ഇങ്ങനെ അവന് ഒരുപാട് നേരം ഇതിൽ കിടക്കും. ഞാനിതിൽ ഒന്ന് ഇരിക്കട്ടെ ചോദിച്ചു കഴിഞ്ഞാലും തരൂല, കിട്ടൂല. എനിക്ക് ഫോൺ കാണും. കൂടുതൽ മൊബൈൽ നോക്കിയത് കേട്ടാ. ഇവരെ പ്രായത്തിലൊന്നും നമുക്ക് മൊബൈലൊന്നും ഉപയോഗിക്കാൻ കിട്ടിയിട്ടില്ലല്ലോ. പക്ഷെ ഇവരിപ്പോൾ ജനിച്ചു വീണൊക്കെ തന്നെ മൊബൈലിക്കാണ്. അതുകൊണ്ട് കൂടുതൽ മൊബൈൽ ഉപയോഗിക്കാൻ പാടില്ല, കണ്ണ് പോകട്ടോ. കണ്ണില്ലെങ്കിൽ നമ്മൾ ഫുള്ള് ഇപ്പം എന്താണ് എൻ്റെ അവസ്ഥ, ഒന്നും കാണുന്നില്ലല്ലോ. അപ്പോൾ കണ്ണ് നാശാക്കരുത്, കൂടുതൽ മൊബൈൽ ഉപയോഗിക്കരുത്, ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഓക്കെ, എണീക്ക്.
യഥാർത്ഥ രൂപയിൽ ചെയ്തിട്ടില്ല. ഇപ്പോൾ ഇവിടെ അവനക്ക് കറക്റ്റായിട്ട് ഹെഡ് റെസ്റ്റ് കിട്ടി, അതുപോലെ തന്നെ അവൻ്റെ ഫൂട്ട് ഹോൾഡ് ചെയ്ത് ഇനി സ്റ്റഡി ചെയ്യണമെങ്കിലൊക്കെ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അടിപൊളിയല്ലേ? അപ്പോൾ എല്ലാ കാര്യങ്ങളും ഇനി നിങ്ങൾക്ക് ഓപ്ഷനാണ് കേട്ടോ. ഇത് പല രീതിയിൽ കൺവേർട്ട് ചെയ്യുകയാണെന്ന് നിങ്ങളെ ഐഡിയ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതായത് നമ്മൾ വീട്ടിൽ ഇരിക്കുന്ന ആ ഒരു മൊമെൻറ്റ്സ് ഇത് യൂസ്ഫുൾ ആകും എന്നുള്ളതിന് യാതൊരു സംശയം വേണ്ട. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കൊണ്ട് എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയാൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക, മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. ഞാൻ ഷിഹാബ്. ബൈ, സി യു.